ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യണം, ഇങ്ങനെ ആവണമെന്ന് എങ്ങനെയാണ് അവർ മൊമെന്റ് ഓഫ് ഒരു തീരുമാനം എടുത്തത്? സന്തോഷം. ഒരുപാട് നമ്മൾ 17 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയം മുതൽ ശരിക്കും എന്ന് മനസ്സ് ഇവിടെ വരെ ഈ നിമിഷം വരെ ഒന്ന് ഓടി. അത് ഇല്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടി സന്തോഷവും ഒരുപാട് യാത്ര ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. കാരണം ഞാൻ പ്രണവിൻ്റെ അപ്പുവിൻ്റെ സിനിമയും ഇതുപോലെ ഒരു ദിവസം ആദ്യത്തെ ഒരു സിനിമ ജിത്തുവും ഞാനുമായിട്ട് ഇതുപോലെ ഞങ്ങൾ തുടങ്ങി. ദൈവം ഒരുപാട് അതിന് ഭാഗ്യം തന്നു. അത് എന്താ പറയുക, ഇപ്പോഴും ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു ആ സമയങ്ങളിൽ. പിന്നീട് ഇങ്ങനെ ഒരു ദിവസം മായ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ മുമ്പ് 2-3 വർഷം മുമ്പ് ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു സപ്പോർട്ടോടു കൂടി ആഗ്രഹത്തോടു കൂടി ഞാൻ പറയുന്നില്ല, മായയുടെ ആഗ്രഹത്തിന് ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയും അത് ജൂഡായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മായയെ അത്ര കംഫർട്ടായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുണ്ട്. അപ്പം ഞാൻ ജിത്തുവായിട്ട് അപ്പോനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അതേപോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരാളായിരിക്കണം എന്ന് തോന്നി. അത് അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ജിത്തുവുമായിട്ടാണ് നടന്നു പോകുന്നു. അപ്പോൾ അതിനുശേഷം ജൂഡുമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ വളരെ ഇങ്ങനൊരു സദസ്സിൽ ജൂഡിനോട് ഒരു വാക്കേ പറയാനുള്ളൂ. അത്രയും ജൂഡ് മായയെ അത്രയും കംഫർട്ട് കൊടുത്ത് ഈ സിനിമയിലേക്ക് ആദ്യം മുതലേ ഈ നിമിഷം വരെ കൊണ്ടുവന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിയായ നന്ദി പറയുന്നു. അതിയായ സന്തോഷമാണ്. അപ്പോൾ ആശീർവാദ് സിനിമാസിനെ, മോഹൻലാൽ സാറിനെ, എന്നെയെല്ലാം അത്രയും സ്നേഹിച്ച മലയാളി അപ്പൂനെ സ്നേഹിച്ച പോലെ മായയെ സ്നേഹിക്കണം, അനുഗ്രഹിക്കണം, എല്ലാ ആശീർവാദങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ തുടക്കം എന്ന സിനിമയിൽ എൻ്റെ മകനും വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും മനസ്സിലധികമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. കാരണം മായ അഭിനയിക്കുന്ന ആ സിനിമയിൽ തന്നെ എൻ്റെ മകനും ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കുടുംബം മോഹൻലാൽ സാറും ചേച്ചിയൊക്കെ ഞങ്ങൾ എങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോളും ഇവിടെ ഉണ്ട്. അപ്പം ആ സന്തോഷം അതിയായിട്ട് അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം നിന്ന് എന്നോട് സഹകരിച്ച എല്ലാ സംവിധായകർ, നടന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. അവരെ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, അവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആൻജല. അത് ആൻജല വരുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഫ്രം ദ ബിഗിനിങ് ആ ഒരു ഹിസ്റ്ററി അല്ലേ മനസ്സിലൂടെ പോയി എന്നുള്ളത് കയറി വരുമ്പോൾ തന്നെ എത്രത്തോളം ഇമോഷണൽ ആണ്. ഇന്ത്യയോട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിസ്മയ സ്വന്തം മഴയെ പോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എല്ലായിടത്തും പറയുന്നത്. വിനോദാണ്. ബിക്കോസ് ഇപ്പോഴല്ല വിസ്മയ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ മലയാളികൾ വിസ്മയ ചെറുതായിരുന്നപ്പോൾ തൊട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്നേഹം അന്ന് തൊട്ട് കൂടെ ഉണ്ട്. ഇവർക്ക് രണ്ടുപേരും ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അല്ലെ ഇവർ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ആ ഒരു സെറ്റും പിന്നെ സിനിമയായിട്ട് കണ്ടപ്പോൾ ഹൗ വാസ് യുവർ ഫീലിംഗ്? എങ്ങനെ ആ ഒരു അല്ല, അത് ശരിക്കും ഇത് നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടും ആ വേഷം അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും കാണുമ്പോൾ അങ്ങനെ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മായനെയൊക്കെ കാണുന്നത്, എൻ്റെ മകനെയൊക്കെ കാണുന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഏറ്റവും സന്തോഷം തരുന്നു. അത് ദൈവമേ എല്ലാ അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആശീർവാദിനെ സപ്പോർട്ട് ചെയ്ത, ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്ത, മലയാളത്തിലെ മഹാനടനെ
ഇത്രത്തോളം സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെ കൂടെയും ഉണ്ടാവും, ഈ സിനിമയുടെ കൂടെയും ഇവരുടെ ഒരു സിനിമ ലൈഫിലും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ്രി ചേട്ടാ. ബിഫോർ യു സ്റ്റെപ്പ് ഡൗൺ